തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1 നീ സിംഗിളായിട്ടോ പക്ഷേ എനിക്ക് തരിക്കല്ലേ അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? 3 വർഷം മുമ്പ് ആശാൻ കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി തെന്നിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെ കെട്ട് എങ്ങനെ വെട്ടാതിരിക്കും? ആരെനിക്ക് കിളിമോന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചതാണ് വന്നിട്ട്. ഈ നിൽക്കുന്ന മൂങ്ങയല്ലോ ഞാൻ കെട്ടിച്ചത്. മൂങ്ങ എന്താ ഈ അല്ലേ? അതെ, പെണ്ണു വേണം ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല മുഖം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല മുഖം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കൻ്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകളെല്ലാം നിറ്റ് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊക്കെ മുടി വേണം, വേണ്ടോളം വീട്ടിടണം. പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, മേക്കപ്പില്ലെങ്കിൽ വെല്ലുമ്മയാണവൾ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണാണ്. അല്ലാതെ എന്നോട് പോരെടുക്കാനും നന്നാക്കില്ലോ. അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകനെ കൊണ്ട് തങ്കപ്പൻ അവളുടെ കടവിൽ പൊളിച്ചിരിക്കണ തങ്കപ്പൻ. ആ തങ്കത്തൊരു മകനെ കൊണ്ട് തങ്കപ്പൻ അവളുടെ കടവിൽ പൊളിച്ചിരിക്കണ തങ്കപ്പൻ. ഏത് പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ. നല്ല കണ്ടുകൊണ്ടാലും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദ കൊണ്ടുപോകണം കേട്ടോ. അല്ല എന്തായത്? അവനേതോ ഒരു കുളക്കടവിലുണ്ട്. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം ഇവിടെ കിട്ടും. ഈശ്വര, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് കൂടോ? അയ്യോ, ഇന്നത്തെ ഡോക്ടറിന്റെ ഡോക്ടറെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ ആകാശം കാത്തിരുന്ന ചെറുക്കനെ കൊണ്ടിലും ഇതാ എത്തിച്ചറിഞ്ഞു. അയ്യോ, പക്ഷേ
ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലുള്ള മകൻ, ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ടുതുണ്ടിൽ തിളങ്ങി നിൽക്കും നീലതാരാതീരികൾ അവൻ കുളിച്ചിരിക്കുമ്പോൾ ഒരു മഞ്ഞ കാണും ചെറുത്ത ശ്യാമള കോമളനും. വിണ്ടുതുണ്ടിൽ തിളങ്ങി നിൽക്കും നീലതാരാതീരികൾ. കാര്യത്തിലേക്കാണെങ്കിൽ ചെറുക്കൻ ഒന്നുണ്ട്, വിദ്യാഭ്യാസം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു വഴി വേണം, ഒരു ഇട വേണം, ഒരു തുണ വേണം, അതിനെനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിന്നെ കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് പറ്റാറില്ല. നിങ്ങളുടെ മകൻ അതാ. അല്ല, ആശ വഴിയിടാൻ മറന്നുപോയതാ. അത്രയ്ക്ക് ഉത്തേജനല്ലേ? മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പം ഉണ്ടവൻ? വാക്കുറന്നാൽ പച്ചത്തരി കൈയെടുത്താൽ കുമ്പിരിടി പാക്കവന് തോന്നിട്ടില്ല ജോലി. നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാറ്റു വാങ്ങി കേട്ടൊതുക്കൽ ജോലി. വഴിയുള്ള ദേമ ദിശയുള്ള ദേവൻ അഖിലെടുക്കാൻ കരുതരുന്ന മുക്കിനത് ദേഷ്യം വന്ന ഉടനെ കണ്ടെത്തുന്നത്. വാക്കുറന്നാൽ പെൺ പറയും തൊട്ടുരുട്ടി പേടിക്കും തൊട്ടില്ല പിന്തുടരെ ലോകമില്ലാക്കും. ഓഹോ, അത്രയ്ക്ക് ഗംഗാമനദിയിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയുമോ? സത്യപറ, ആരാണ് ഇത്? അയ്യാവേ, കല്ലരുത്. സാറിനുള്ളവരെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. Yes, I am the father of your Mayman, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ ചാണ്ടകത്തെ അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. അരിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി കൊണ്ടി സൈഡം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാവരും കൂടി എന്നെ കളിക്കുന്നു. പോയി കൊടുത്തോടാ, പോടാ. ആ, പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ ഓടയാനും പഞ്ചറാകും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ ഉവാനും. ലോകപ്പിൽ കൊണ്ടുപോയി വെക്കപ്പഴിച്ചു വെച്ച് മുട്ടങ്ങിരിക്കും ഞാൻ. നട്ടല്ലി ചെന്നതിലെ മർമ്മത്ത് ജാതി കൊണ്ട് അഞ്ചെട്ട് കുത്തുകുത്തും ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കിനെ വിളിക്കണം. അവള് വിളിക്കുക. ഞാൻ പോയി കണ്ടിട്ട് വരാം. കൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മോളെ നോക്കത്തിന് ഇറക്കി. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവരെ രാത്രി അടിക്കട്ടെ. നമുക്കകത്ത് പോയി രാത്രി നടത്താം. നമ്മെ തട്ടിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരമില്ലാത്ത രാജാവേ, എന്തോ നമുക്ക് അപ്പം പോയി
ശ്രമം. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ വീട്ടിനെ നോക്കാതിരിക്കുവോ? നിനക്കെന്താ പണി? തയ്യല പൊക്കിച്ച് മാത്രല്ല കയ്യും വിട്ടു കഴുത്തും വിട്ടു തുണിയുടെ പെണ്ണെ നിനക്ക് എന്നെ ഇഷ്ടമാണ്. ചേട്ടനൊരു പുസ്തകം വായിരുന്നെങ്കിൽ ഞാനെന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാം. അതൊക്കെ പോലെ പെണ്ണെ എന്റെ കൂടെ താമസിക്കാൻ ടൂറ് പോകാം പെൺകൊടി ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരും പെൺകൊടി മുംബൈ കാണാടി പുറകെ താജ്മഹൽ കാണാടി ഗോവ കാണാടി അവിടെ ബീച്ചിലൊന്ന് കാണാടി ഒരുങ്ങി വന്നാൽ നമുക്ക് ചാടി. അയ്യോ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നത് നിന്റെ അച്ഛനെ കേസ് കൊടുക്കുന്നു. ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ ഒന്നും എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരനെന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നുപോലെ പോലീസുകാരെ കേസ് കൊടുക്കുന്നു അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും മത്തായിച്ചത്തിന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും പിന്നെ കന്യാകുമാരിയുടെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചു പോകുന്നത്. അത് ശരി, ഇത്രയും പേര് കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തന്നെ കെട്ടിവെക്കാനല്ലേ പോവും? ഇത്രയും അനുഭവസമ്പത്തുള്ള ഈ തരുണിമണിയെ കെട്ടിയാൽ എന്താ കുഴപ്പം? എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ കൊമ്പിള്ളേരെ പുറകെ നാട്ടി കൊണ്ടിട്ടുള്ളവനല്ലോ. അതുകൊണ്ട് ഇവന് നേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിങ്ങളുടെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. അതെ, കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാസം ഷോപ്പിക്കാൻ ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രെഡ് അപ്പോൾ ബ്രെഡ് വാങ്ങിയാൽ ഒരു സെറ്റ് പഞ്ഞപ്പുഴി. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്ക് കൊണ്ടൊരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. ഈ പെണ്ണിനെ കെട്ടിയ ഇവപ്പടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാസം ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി നമ്മുടെ ഗുരുമഹിമിച്ചേർന്ന പുത്രമുതൽ കിട്ടിയത് നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം മന്ത്രികൾ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമാപനം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് കല്യാണം അടിച്ച് പൊളിക്കാം.
പോലീസ്